വാട്സാപ്പിലൂടെ നമുക്ക് എത്ര MB വരെയുള്ള ഫയലുകൾ ഒരു സമയം സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും? 17 MB ആണോ? എന്നാൽ 1 GB 2 GB വരെയുള്ള വലിയ ഫയലുകൾ, ഒരു സിനിമ പോലുള്ള വലിയ ഫയലുകൾ നമുക്ക് സിമ്പിളായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് അഡീഷണൽ ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട. അതെങ്ങനെയാണെന്നല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇറ്റ്സ് മീ അൻവർ, ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ നോക്കാം. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞത് വാട്സാപ്പിൽ നമുക്ക് എങ്ങനെ വലിയ ഫയൽ അയക്കാം എന്നുള്ളതാണ്. സാധാരണ നമുക്ക് വാട്സാപ്പിൽ അയക്കാൻ 17 MB മേലെ അയക്കാൻ പറ്റില്ല. ഇനി അയക്കുകയാണെങ്കിൽ തന്നെ കട്ട് ചെയ്ത് അങ്ങനെ അയക്കാൻ പറ്റുള്ളൂ. അതുപോലെ മെയിൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ 25 MB, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ എത്ര വലിയ ഫയലാണെങ്കിലും, അതായത് ഫോർ എക്സാമ്പിൾ ഒരു 700 MB ഒരു 1 GB 1.5 GB ഒക്കെ ഉള്ള ഒരു മൂവീസ് ആണെങ്കിലും, എത്ര വലിയ ഫയലാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി പോവാതെ നമ്മളിവിടുന്ന് അയക്കുന്ന സെയിം ക്വാളിറ്റി തന്നെ അവിടെ റിസീവ് ചെയ്യുന്ന ആൾക്കും കിട്ടും. അങ്ങനെ സിസ്റ്റം നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ അയക്കാൻ ഒരുപാട് പ്ലേ സ്റ്റോറിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അതൊന്നും യൂസ് ചെയ്യാതെ നമ്മളെ ഫോണിൽ തന്നെ ഗൂഗിളിൻ്റെ സ്വന്തം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗൂഗിൾ ഡ്രൈവ് ഇപ്പോൾ തന്നെ ഒരുവിധം എല്ലാ സ്മാർട്ട് ഫോണിലും അവൈലബിൾ ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഡ്രൈവ് എന്ന് അടിച്ചിട്ട്, ഞാൻ ഓൾറെഡി അടിച്ചതുകൊണ്ട് അത് വന്നു. ഗൂഗിൾ ഡ്രൈവ് അടിച്ച് അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തു, ഇങ്ങനെ ഇൻ്റർഫേസ് വരും. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഇതിൽ കുറച്ച് ഫയലുകളുണ്ട്. പുതുതായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, വാട്സാപ്പിൽ നമുക്ക് ഒരാൾക്ക് ഒരു വീഡിയോ അയക്കണം, അതായത് 17 MB മോഡൽ അല്ലെങ്കിൽ ഒരു 700 500 1 GB വരെയുള്ള ഫയൽ അയക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഗൂഗിൾ ഡ്രൈവിൽ കയറുക. അതിൽ നമ്മൾ ജിമെയിൽ അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അത് ഓൾറെഡി ലോഗിൻ ആവും, കാരണം നമ്മളെ പ്ലേ സ്റ്റോർ ആണെങ്കിലും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജിമെയിൽ നിർബന്ധമാണല്ലോ. അപ്പോൾ അതേ ജിമെയിൽ വെച്ചിട്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഡ്രൈവിൻ്റെ താഴെ കണ്ടോ ഒരു പ്ലസ് ചിഹ്നം കണ്ടോ, താഴെ അടിയിൽ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരും. അതിൽ അപ്ലോഡ് എന്നുള്ള അത് സെലക്ട് ചെയ്യുക, ഫയലുകൾ വരും. അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്ത് മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ്, ഒരുപാട് ഓപ്ഷൻസ്. ഇതിൽ ഞാൻ ഗാലറി സെലക്ട് ചെയ്യാണ്. ഗാലറി സെലക്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ വന്നു. ഞാനൊരു അത്യാവശ്യം എനിക്കൊരു അയക്കാനുള്ള ഫയൽ ഇതാ, ഞാൻ എക്സ്പോർട്ട് ഒരു ഫയൽ സെലക്ട് ചെയ്തു. അത്യാവശ്യം അതൊരു 390-400 MB അടുത്തുള്ളൊരു ഫയലാണ്. അപ്പോൾ ഇത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. നമ്മുടെ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്, ഫുള്ളായിട്ട് ആയിട്ടുണ്ട്. ഇവിടെ കാണാം അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നമ്മൾ വേണ്ടത് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ മിക്കവാറും ഡിഫോൾട്ടായിട്ട് ഈ 4ാമത്തെ ഓപ്ഷൻ നോക്കുക, ലിങ്ക് ഷെയറിങ് ഓഫ് ആയിരിക്കും. അതൊന്ന് ആദ്യം ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലിങ്ക് ഷെയറിങ് ഓൺ ആയിട്ടുണ്ട്, അതായത് പച്ച മാർക്ക് കാണാം. ഇനി നമ്മൾ താഴെ അതിൻ്റെ തൊട്ട് താഴെയുള്ള കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാൻ കോപ്പി ലിങ്ക് സെലക്ട് ചെയ്തു. എന്നിട്ട് ബാക്ക് വരിക, നമ്മുടെ വാട്സാപ്പ് എടുക്കുന്നു. വാട്സാപ്പിൽ നമ്മൾ ആർക്കാണോ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് സെലക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലിങ്ക് വരിക, നമ്മൾ സെൻഡ് ചെയ്യുന്നു. സെൻഡായി കഴിഞ്ഞു. ഇനി അവരായി റിസീവ് ചെയ്യുന്ന ആൾ ഇവിടെ അത് ആ ലിങ്കിൽ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ആ ലിങ്ക് അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്രോം വഴിയാണെങ്കിൽ ക്രോം വഴി പോകും. പിന്നെ അവരുടെ കയ്യിൽ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടെങ്കിൽ ഡ്രൈവ് വഴി പോകും. എന്താ ഓപ്ഷൻ അതിൽ പോകും. ഇനിയിപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഇല്ലാത്ത ആളെന്ന് വെച്ചോളൂ, നമുക്ക് അങ്ങനെ നോക്കാം. ഞാനൊരു വെബ് സെലക്ട് ചെയ്തു, ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്തു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ ഡ്രൈവിൻ്റെ സൈറ്റ് പോവും. ഇതാ ഇങ്ങനെ വരും. മുകളിൽ കാണുന്ന ആ ഡൗൺലോഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ആ ഒരു ഓപ്ഷൻ വരും. അവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. താഴെ കാണാം ഡൗൺലോഡിങ്ങിന് ഒരു ഓപ്ഷൻ കാണാം, എന്താ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ മാത്രം നിങ്ങളെ മറ്റു ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം. താങ്ക് യു.